ആഘോഷങ്ങൾ ബെവ്കോ റെക്കോർഡിടുന്ന കാലമാണ്. പ്രത്യേകിച്ച് ഓണവും ക്രിസ്മസും റെക്കോർഡ് വിൽപ്പനയും വൻ ലാഭവും നേടുന്ന സീസണുകൾ. കഴിഞ്ഞ വർഷത്തെ ആഘോഷകാലങ്ങളിലെ റെക്കോർഡ് വരുമാനത്തിൽ ബമ്പറടിച്ചത് ജീവനക്കാർക്ക്. ഇത്തവണ ബിവറേജസ് കോർപ്പറേഷൻ ജീവനക്കാർക്ക് റെക്കോർഡ് ബോണസ് 95,000 രൂപയാണ് ഈ ഓണക്കാലത്ത് ഓരോ ജീവനക്കാർക്കും ബോണസായി ലഭിക്കുക. കഴിഞ്ഞ തവണ 90,000 ആയിരുന്നു ബോണസ്. വരുമാനം കൂടിയതിനനുസരിച്ച് ബോണസിന്റെ കനവും കൂടി. കഴിഞ്ഞ സാമ്പത്തിക വർഷം വരെ ജോലിയിലുള്ള സ്ഥിരം ജീവനക്കാർക്കാണ് 95,000 രൂപ ബോണസായി ലഭിക്കുക. എല്ലാ ശമ്പള സ്കെയിലിലുമുള്ള ജീവനക്കാർക്ക് ഈ തുക ലഭിക്കും. ഔട്ട്ലെറ്റുകളിലും ഓഫീസുകളിലുമായി ഏതാണ്ട് 5,000 ജീവനക്കാരുണ്ട്. സർക്കാരിൻ്റെ ബോണസ് പരിധി മറികടക്കാതിരിക്കാൻ പെർഫോമൻസ് ഇൻസെൻറ്റീവ്, എസ്ഗ്രേഷ്യ എന്നിങ്ങനെ വേർതിരിച്ച് തുക ഒന്നിച്ചു നൽകും. ഈ ബോണസ് പരിധിയിൽ വരാത്തവർക്ക് 35,000 രൂപ 7 ഇൻസ്റ്റാൾമെൻറ്റിൽ പിടിക്കുന്ന രീതിയിൽ ഓണം അഡ്വാൻസ് ലഭിക്കും. ബെവ്കോയുടെ സ്ഥാപനങ്ങളിലെ സെക്യൂരിറ്റി ജീവനക്കാർക്ക് 11,000 രൂപ ഓണം അലവൻസായി ലഭിക്കും. സ്വീപ്പർമാർ അടക്കമുള്ള കാഷ്വൽ ജീവനക്കാർക്ക് 5,000 രൂപയും ബോണസ് ഉണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ബോണസ് വാങ്ങുന്ന വിഭാഗമായി അങ്ങനെ ബെവ്കോ ജീവനക്കാർ മാറി. അപ്പോൾ ഓണം ഹരമാക്കാൻ ഈ ബാരിക്കേഡിനുള്ളിൽ വരി നിന്ന് കേസ് കണക്കിന് കുപ്പികൾ വാങ്ങുന്നവർ ഓർക്കുക, നിങ്ങൾ പോക്കറ്റ് കാലിയാകും വരെ അടിച്ചു പൂസാകുമ്പോൾ നിങ്ങൾക്ക് കുപ്പിയെടുത്ത് തന്നവർ പോക്കറ്റിൽ കനത്ത നോട്ടുകളും വെച്ച് ഓണം അടിച്ചു പൊളിക്കും. ആർ അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. അല്ല, ഇതിന് പിന്നിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണാവോ? നിങ്ങൾ കനത്ത ലാഭമുണ്ടാക്കൂ, നിങ്ങൾക്കും ഇത്തരത്തിൽ 95,000 രൂപയോ 1,00,000 രൂപയോ ഒക്കെ നിങ്ങൾക്കും കിട്ടും എന്നാണോ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. KSRTCയിൽ ശമ്പളം പോലും എത്ര വൈകിയാണ് കിട്ടുന്നതെന്ന് നമുക്കറിയാം. ഓണത്തിന് ബെവ്കോ ജീവനക്കാർക്ക് ലോട്ടറി ആണെങ്കിലും KSRTC ജീവനക്കാർക്ക് പതിവ് പോലെ ദുരിതം തന്നെയാണ് കേട്ടോ. ഓണത്തിന് ലഭിക്കാറുള്ള ബോണസും ഉത്സവ ബത്തയും അഡ്വാൻസും ഇക്കുറിയുമില്ല. ബോണസ് ചർച്ച ചെയ്യാനുള്ള സാധാരണ യോഗം പോലും ഇത്തവണ ചേർന്നില്ല. ആർ അനന്തകൃഷ്ണൻ ബെവ്കോയെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മളോട് വിശദമാക്കും. AK സ്റ്റെഫനുണ്ട്. സ്റ്റെഫൻ, KSRTCക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നതും പറയും. നമുക്ക് ആദ്യം അനന്തകൃഷ്ണനിലേക്ക് തന്നെ പോവാം. അനന്തകൃഷ്ണൻ, നമസ്കാരം. പൂരാട ദിന ആശംസകളും നേരുന്നു. ഒപ്പം ഈ ലോട്ടറി അടിച്ച അവസ്ഥയിൽ KSRTCക്കാരുടെ അവസ്ഥ എന്താകുമെന്ന് ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അനന്തനോട് ചോദിക്കട്ടെ, ഇത്രയധികം ഈ ചരിത്രപരമായ ഒരു തുക എന്ന് വേണമെങ്കിൽ പറയാം, ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ കഴിയുന്ന തുക ഇത് കൊടുക്കുമ്പോൾ അത് എത്രത്തോളം ലാഭം വകുപ്പുണ്ടാക്കി എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാമല്ലോ അല്ലേ? മോദി, ഗുഡ് മോർണിംഗ്. ഒപ്പം തന്നെ ഇതിന് കുശുമ്പൊക്കെ തോന്നുമായിരിക്കും ഈ ബെവ്കോയിലെ ബോണസ് വാർത്ത കേൾക്കുമ്പോൾ. ഈ നാട്ടിൽ ചില ആൾക്കാരുണ്ടല്ലോ, ഗൾഫിലൊക്കെ പോയി വലിയ പൈസ ഉണ്ടാക്കി വരുന്നവരും തൊട്ടടുത്ത് തന്നെ വളരെ ദാരിദ്ര്യത്തിൽ താമസിക്കുന്നവരും. അങ്ങനെയാണ് രണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അവസ്ഥ. ഒന്ന് ബെവ്കോയും ഒന്ന് KSRTCയും. ബെവ്കോ നമുക്കറിയാം, മദ്യം വിൽക്കുന്ന കോർപ്പറേഷനാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലാഭത്തിൽ പോകുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം കൂടിയാണ് ബെവ്കോ. എല്ലാ വർഷവും ഓണം, ക്രിസ്മസ്, പുതുവത്സര സീസണൊക്കെ വരുമ്പം റെക്കോർഡ് വിൽപ്പന എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ വാർത്ത കൊടുക്കും. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏതാണ്ട് 275 കോടിയുടെ ലാഭമാണ് ബെവ്കോ ഉണ്ടാക്കിയത്. അതിൻ്റെ ഗുണമാണ് ജീവനക്കാർക്ക് ലഭിച്ചത്. ആ ലാഭവിഹിതത്തിൻ്റെ ഒരു ഭാഗമൊക്കെ ചേർത്ത് ചർച്ചയൊക്കെ നടത്തിയതിന് ശേഷമാണ്. പക്ഷേ ബെവ്കോ ജീവനക്കാർ പറയുന്നത് ആ ലാഭത്തിനനുസരിച്ചുള്ള ബോണസ് ആയിട്ടില്ല. ആ ലാഭത്തിനനുസരിച്ചുള്ള ബോണസ് ശരിക്കും കണക്ക് കൂട്ടി തരികയാണെങ്കിൽ അത് 1,00,000-ന് മേളിൽ കടക്കുമെന്നാണ്. അപ്പോൾ ഇപ്പോൾ കിട്ടിയത് പോരാ എന്നുള്ള അഭിപ്രായക്കാരാണ് കൂടുതൽ ജീവനക്കാരും. ഏതായാലും എല്ലാ വർഷവും ഓണക്കാലത്ത് ബെവ്കോ ജീവനക്കാരാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ബോണസ് വാങ്ങിക്കുന്നത്. അവരങ്ങനെ അത് അധികം പബ്ലിസിറ്റി ഒന്നും കൊടുക്കത്തില്ല, രഹസ്യമായിട്ട് പിടിച്ചു വെക്കാറാണ് പതിവ്. പക്ഷേ ഇത്തവണ ഈ 95,000 വന്നപ്പോഴേക്കും അത് വലിയ വാർത്തയായി, എല്ലാവരും അറിഞ്ഞു. അതിപ്പോൾ മറ്റ് സർക്കാർ ജീവനക്കാരുടെ ഇടയിലൊക്കെ ചർച്ചയായിട്ടുമുണ്ട്. ഏതായാലും സാധാരണ ഈ ശമ്പള സ്കെയിലിന്റെ വ്യത്യാസം അനുസരിച്ചാണല്ലോ ഈ തുകകൾ തീരുമാനിക്കുക. ബോണസ് ആയാലും ഉത്സവ ബത്തയായാലും ഒക്കെ വളരെ കുറഞ്ഞ ശമ്പളം വാങ്ങിക്കുന്നവർക്ക് കുറച്ച് കൂടുതൽ തുകയുണ്ടാവും, പക്ഷെ വളരെ കൂടിയ ശമ്പളം വാങ്ങിക്കുന്നവർക്ക് കുറച്ചേ ഉണ്ടാവും. അത്തരത്തിലായിരിക്കുമല്ലോ. പക്ഷേ ഇത്തവണ ഈ ബെവ്കോയിൽ എങ്ങനെയാണ് അതിന്റെ സംവിധാനം? ഇതിന്റെ വിതരണത്തിന്റെ ഒരു രീതി എങ്ങനെയാണ്? ഈ ബെവ്കോയിൽ 95,000 എന്ന് പറയുന്നത്, ആ ബോണസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ലഭിക്കും, എല്ലാ ജീവനക്കാർക്കും ലഭിക്കും. ഷോപ്പിൽ നിൽക്കുന്ന ജീവനക്കാർ മുതൽ ഓഫീസിലുള്ള ജീവനക്കാർ വരെ എല്ലാവർക്കും ഒരു ഫിക്സഡ് ബോണസാണ്. അതുകൊണ്ട് അതിനൊരു ഏറ്റക്കുറച്ചിലുണ്ടാകില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ എല്ലാവരും, എല്ലാ തട്ടിലുമുള്ള ജീവനക്കാരും ഉദ്യോഗസ്ഥരുമെല്ലാം കോളടിച്ചു ബെവ്കോയിലെ 95,000 രൂപ ലഭിക്കും. അതെല്ലാ വർഷവും അങ്ങനെ തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മോത്തി, ശരി, അനന്തനിലേക്ക്